ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ കേട്ടോ, ഞാൻ വെളുപ്പിന് എണീറ്റ് നമ്മുടെ ചോറും കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഇവർക്ക് ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു സ്കൂളിൽ. അപ്പോൾ ചോറും എല്ലാം ഒന്ന് റെഡിയാക്കി, മീനും ഒക്കെ വറുത്ത് വെച്ചു. ഇതേണ്ടേ ഇവിടെ ഇരിപ്പുണ്ട്, മീനൊക്കെ വറുത്ത് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഇവിടെ. മീനൊക്കെ വറുത്ത് വെച്ചു. പിന്നെ കണ്ണിന് തീയിൽ മതി എന്നുണ്ട്, ഇന്നലത്തെ തീയിൽ ഇരിപ്പുണ്ടേ, അത് ഞാൻ ചൂടാക്കി എടുത്ത്. അപ്പോൾ രാവിലെ ദോശയ്ക്കും തീയിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ രാവിലെ കറിയൊന്നും അങ്ങനെ ഒരുപാട് വെക്കേണ്ടി വന്നില്ല. ചോറ് വെച്ചു. ബാക്കി പിന്നെ ദോശയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ടുള്ളൂ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. രാവിലെ തന്നെ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടനും രാവിലെ പോകണം, അച്ചുവിന് പതിയെ പോയാൽ മതി. കണ്ണനാണ് ആദ്യം പോകേണ്ടത്, അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് പോകണം, അത് കഴിഞ്ഞ് പിന്നെ അച്ചുവിന് പോകണം. അപ്പം ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാവർക്കും കൂടെ കൊടുക്കട്ടെ. ദോശ വേണോ എനിക്കിനി? ചോറ് കളയാതെ മൊത്തം കഴിച്ച് തീർത്തില്ലെങ്കിൽ പറയാം കേട്ടോ. ഇനി എന്തും ചോറേ തന്നു വിടുന്നുള്ളൂ. രാവിലെ ദോശ, ഉച്ചയ്ക്ക് ദോശ, പിന്നെ വൈകിട്ട് വന്നാൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം കഴിക്കുകയില്ല. ഷർട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഷർട്ട് നോക്കിയതാ. വേഗം എണീത് ദൈവമേ, 7:30 എൻ്റെ പൊന്ന് കാണാൻ. ഇനി എന്നും എനിക്ക് ഈ പറച്ചിലേ ഉള്ളൂ. നേരത്തെ കൊണ്ടാക്കണമെന്നോ? സമയം നോക്കി, 7:30 ട്യൂഷൻ തുടങ്ങും. എൻ്റെ മാതാവേ, എന്നെ വന്നാൽ ഈ ചെറുക്കിന് എന്നെയാണല്ലോ പഴി പറയുന്നത്. നീ വരുന്നതിന് മുമ്പ് ഇവിടെ ഫുഡ് റെഡി ആയിരുന്നോ? നിനക്ക് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കി എൻ്റെ കവറിനകത്താക്കി കെട്ടി വെച്ച്, ഞാൻ കുപ്പി വെള്ളം എടുത്ത് വെച്ച്. ഇനി എൻ്റെ കണ്ണ, നീ ഇങ്ങനെയൊക്കെ പറയില്ലേ കേട്ടോ, ദോഷം കിട്ടും കേട്ടോ. പിന്നെ നീ എണീക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കെട്ടിപ്പറക്കി വെക്കണോ? അതിനാ കണ്ണ, എനിക്ക് രാവിലെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിച്ചാല്, ഞാനിത് 7 മണിക്ക് മുന്നേ ഫുഡ് ഉണ്ടാക്കി ഇവിടെ വെച്ചതാ. നീ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നീ ഡ്രസ്സ്, ദൈവ സത്യം, നീ ഡ്രസ്സ് മാറി വെച്ച് വന്നപ്പോഴാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു നിനക്ക് വച്ചനും ഉള്ളത്. പിന്നെയും നോക്കി അതിനകത്ത് തോണ്ടി ഇരിക്കുന്ന കണ്ടോ. ഇതായിരിക്കും വേണേ ട്യൂഷൻ്റെ അവിടെ പറയുന്നത്. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അച്ഛനോട് ചോദിക്കാം. ഞാൻ ഇവിടെ രാവിലെ ഫുഡ് ഉണ്ടാക്കി, അച്ഛൻ അടുക്കളയിലുണ്ടായിരുന്നു. നീ എങ്ങനെ വിഷമിച്ച് സമ്മതിക്കണ്ട കേട്ടോ. സമയം പോയാൽ എന്നെ പഴി വെക്കണ്ട. അവിടോട്ട് മൊത്തം ആ ഉടുപ്പയിൽ കൊടയെടുക്ക്. കാടും പടതലും ഒക്കെ ആയിട്ടാണ് ഇന്ന് അച്ചു പോകുന്നത്. അച്ചുവിന് ഇന്ന് ഇങ്ങനെയൊക്കെയാണോ കുട കൊണ്ടിടുന്നത്? പിന്നെ എങ്ങനെ കുട? അവൻ്റെ ഈ കുട ഉണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ചുക്കിലിയാണോ? ഇതിനിത് എടുക്കാതെ വെച്ചേക്കുമായിരുന്നോ? ചുക്കിലിയാ, കുഴപ്പമില്ല. എൻ്റെ കൊച്ചു സമയം പോകുന്നു. എനിക്ക് നിൻ്റെ ഈ സാമോട്ട് കാണുമ്പോൾ ടെൻഷനാണ്. മഴയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. കൊണ്ടുവിടാൻ അതിലൂടെ വണ്ടി ഉണ്ടോ അതിന്? നീ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തോ. പോയിട്ട് വാ, പിന്നെ എനിക്കൂടെ ഒത്തിരി ജോലിയുണ്ട്. ഭയങ്കര എടുത്തു തരാം, നിക്ക്. പ്രാർത്ഥിച്ചോണ്ട് പോകും, ഒന്നിനെയും കാണുകയില്ല. അതല്ലേ ഇത്ര നേരം പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞ മഴ വരുന്നെന്ന്. ഈ കൊച്ചിന്റെ സാമഴി പെണ്ണെ, പെണ്ണെ നീ ഒന്ന്. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മനസമാധാനമില്ല. കഴിയെടുത്തോണ്ട് വേണം. ടാറ്റ. എടി പെണ്ണെ, നീ ഇപ്പോൾ സ്കൂട്ടർ ഇവിടെ ഇല്ല. ഞാൻ ഇനി അങ്ങനെ
എല്ലാവരും പോയി, ഇനി ഞാൻ തന്നെ ഉള്ളൂ. ഇനി എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉള്ളൂ കേട്ടോ. ഒന്നും ഒത്തിരി ജോലിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ചോറ് വെന്തു. ഇനി ഉച്ചക്കത്തേക്ക് എന്നേലും ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ ലൈറ്റ് എവിടുന്നോ വരുന്നു. മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു ഇച്ചിരി എന്നാ ചമ്മന്തി കൂടെ അരച്ചാൽ മതി. വേറൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ട്, തുണി കഴുകാനിടാനുണ്ട്, അതൊക്കെയുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെയാണ് ഇനി ഇന്നത്തെ ബാക്കി ജോലിയൊക്കെ. എല്ലാവരുമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് എടുക്കുകയൊക്കെ ചെയ്യട്ടെ. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പം വേണ്ട മഴ ഭയങ്കരമായിട്ട് പെയ്യാനായിട്ട് മൂടിക്കെട്ടി നിൽക്കുന്നു. നമ്മുടെ പയർ മെഴുക്കുവരട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ഞാൻ പിന്നെ മീനും വറക്കാനായിട്ട് ഇട്ടു. തുണി വിരിച്ചില്ല, തുണി വിരിക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അങ്ങ് പോകാൻ നോക്കി തുണി വിരിക്കാനായിട്ട്. അല്ലെ പിന്നെ വരുമ്പോഴത്തേക്ക് താമസിക്കുന്നത് നോക്കണ്ട്. നല്ല ചൂട് കേട്ടോ, നല്ല ആവി. ഇനി ഒരു ചമ്മന്തി കൂടെ അരയ്ക്കണം. ചമ്മന്തിക്ക് തേങ്ങയൊക്കെ ചരണ്ടിയെ വെച്ചേക്കുന്നു. ഇനി അരച്ചും കൂടെ എടുത്താൽ മതി. അപ്പം ഞാൻ ഇന്ന് ഒരുപാട് കറികളൊന്നും അങ്ങനെ വെക്കുന്നൊന്നും ഇല്ല. മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും ചമ്മന്തി ഉണ്ട്, അത് മതിയല്ലോ അല്ലേ, അതിൽ കൂടുതൽ എന്നതിൻ്റെ കറിയൊക്കെ. അപ്പം പിന്നെ ഒരു ശകലം തീയിലും കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ മതി ഉച്ചയ്ക്ക്. അല്ലാതെ ഒരുപാടൊന്നും വേണ്ട. അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇത്ര ചിലപ്പോൾ എല്ലാം ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെങ്കിൽ തുണി വിരിക്കാൻ കയറി താമസിച്ചാലും ചേട്ടൻ വരുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് ചമ്മന്തി കൂടെ നരച്ചെടുത്താൽ മതി. അതിപ്പോൾ പെട്ടെന്ന് എടുക്കും, ചുമ്മാ വരുക. അപ്പം നമ്മുടെ കറികളൊക്കെ ഇതൊക്കെയാണ്. പയർ മെഴുക്കുവരട്ടി, പിന്നെ മീൻ വറുത്തത്, ചമ്മന്തി, തീയിലൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചിക്കറി മുഴുവൻ തീർന്നു കേട്ടോ. ഒരു ശകലം പോലും ഇല്ല, മുഴുവൻ തീർത്ത്. അച്ചു അത് മാത്രം കോരി തിന്നുകൊണ്ട് നടക്കുമായിരുന്നു. കറിയൊക്കെ റെഡിയായി, മെഴുക്കുവരട്ടി റെഡിയായി, മീൻ വറുത്ത് റെഡിയായി, ചമ്മന്തി അരച്ച് കേട്ടോ. ഞാൻ ചുമന്ന മുളക് വെച്ചാണ് അരച്ചത്. അപ്പോൾ ചമ്മന്തി റെഡിയായി. ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇനി കഴിക്കാൻ കൊടുത്താൽ മതി. അപ്പം ഞങ്ങൾക്ക് മഴ ചാറാൻ തുടങ്ങി. ഉണങ്ങിയ തുണിയെല്ലാം ഇനി എടുത്ത് വെച്ച് ബാക്കി വിരിക്കാണെല്ലാം വിരിച്ചിടാന്ന് ചോദിച്ചാൽ പോയി വിരിച്ചിടട്ടെ. ഇതെല്ലാം മൂടി വെച്ച് പോട്ടെ. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിലോട്ട് വന്നു കേട്ടോ. ബെഡ്റൂമിൽ ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അപ്പം ഞാൻ ആഴ്ച ഞങ്ങൾ ഷീറ്റും എല്ലാം മാറ്റും കേട്ടോ. മഴയാണേലും വെയിലാണേലും എന്നാണേലും കഴുകിയിട്ടേച്ച് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് മടക്കി വെക്കും. അത് കുറച്ച് നേരം മഴയാണെങ്കിൽ വെളി കുറച്ച് നേരം വിരിച്ചത് ഉണങ്ങി ഒരു ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ റൂമിലോട്ട് എടുത്തിടും. അന്നേരം പിന്നെ നല്ലപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റുവാണ്. അപ്പം പിള്ളേരുടെ റൂമിലാണേലും ഷീറ്റൊക്കെ മാറാറായിട്ടുണ്ട്. അവരോട് മാറിയിടാൻ പറഞ്ഞാൽ മാറിയിടത്തില്ല, ഞാൻ തന്നെ വേണം മാറിയിട്ട്. അതിനിപ്പോൾ നാളെ ആകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ റൂമിലെ എല്ലാം ഒന്ന് മാറ്റി എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഇതും കൂടെ കഴുകാനായിട്ട് എങ്ങനെയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഷീറ്റെല്ലാം ഒന്ന് മാറ്റി വൃത്തിയാക്കാണ്. വീട്ടിൽ നോക്കുന്നതെല്ലാം പണിയാന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ എല്ലാം ജോലിയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ജോലിയില്ലാതെ സുഖമായിട്ട് മാറിയിരിക്കും ചെയ്യുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും വീട്ടിൽ ഇരിക്കാനായിട്ട്. എല്ലാവരും പറയും രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ എന്നതാ വീട്ടിൽ ചെയ്യാനുള്ളതെന്ന് ഇരിക്കും. അടുക്കളയിലെ പണിയൊക്കെ നമുക്ക് രാവിലെ തന്നെ തീരും. പക്ഷേ അത് കഴിഞ്ഞുള്ള പണികളൊക്കെയാണ് നമുക്ക് കിടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോന്നായിരിക്കും ചെയ്യുന്നത്. എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റുമെന്നല്ല പറയുന്നത്. നമ്മൾ ആഴ്ചയിലായിരിക്കും ബെഡ്ഷീറ്റ് മാറ്റുമെന്ന് പറഞ്ഞാലും നമുക്ക് ബാക്കി റൂമിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഈ എല്ലാം ഒന്ന് തൂത്തുവാരിച്ച് എന്നും ഉള്ളതാണ് നമുക്ക് പെരക്കെല്ലാം തൂത്ത് വൃത്തിയാക്കിയിടുക എന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിലപ്പം നമ്മൾ എന്നും തൂക്കുമ്പോഴത്തേക്ക് ചുക്കിലിയും കാര്യങ്ങളൊക്കെ നോക്കുകയായിരിക്കും. ചിലപ്പോൾ ചില ദിവസമായിരിക്കും ചുക്കിൽ, അന്ന് നല്ല ജോലിയായിരിക്കും ചുക്കിലി തൂക്കലും തൂത്തുവാരിച്ച് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടേച്ച് അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അതൊന്ന് നോക്കി നിൽക്കുക എന്നുള്ളൊരു പതിവ് എനിക്ക് എന്നും ഉള്ളതാണല്ലോ. അതെന്നാ ജോലി ചെയ്താലും അതെ, അതൊരു തൃപ്തിപ്പെടലാണ്. ആ നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം കറക്റ്റാണോ ഞാൻ ചെയ്തേക്കുന്നത് എന്നൊരു നോക്കൽ. അതൊരു എന്നെപ്പോലെ എന്നെ നമ്മുടെ കുട്ടികൾക്ക് ചങ്ങാതിക്കാത്ത അമ്മയും അങ്ങനെയാന്ന് പറഞ്ഞ് എല്ലാം ചെയ്തിച്ച് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ് കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. നമ്മൾ ചെയ്തു, ശരിയാണ്, ഇനി പ്രത്യേകിച്ച് അവിടെ പണിയൊന്നും ഇല്ല എന്നൊന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അത് എന്നെപ്പോലെ മിക്ക വീട്ടമ്മമാർക്കും കാണും ആ സ്വഭാവം. പിന്നെ ആരും പറയത്തില്ലെന്നേ ഉള്ളൂ. അതെല്ലാം കഴിച്ച് പിന്നെ ഞാൻ മേലോട്ട് കയറി വന്ന് തുണികളെല്ലാം മടക്കാനായിട്ട്. ഇവിടെ കിടക്കുന്ന തുണികളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിലും ഒരു അത്യാവശ്യം എനിക്കൊരു നൈറ്റി എടുക്കുക അല്ലെങ്കിൽ ഒരു പാവാട എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രം എടുത്ത് തരുന്നതാണ് അച്ചുവാണെങ്കിലും കണ്ണനാണെങ്കിലും.
അവരത് മാത്രം എടുത്ത് തരും. ബാക്കി ഞാൻ പറയും, എപ്പോഴും പറയും ഞങ്ങളുടെ തുണിയെല്ലാം നിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് പോരും, ഞാൻ മടക്കി എടുത്തോളാം എന്ന് പറയും. പക്ഷേങ്കിൽ പറയും അത് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു ഇടും. ഞാൻ കയറി വന്നേച്ച് മടക്കി ഇടും. പിന്നെ ഇവിടുന്ന് ഞാൻ കയറി വന്നാൽ ഇവിടുന്ന് മുഴുവൻ മടക്കിക്കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ. അല്ലേ പിന്നെ എന്നാണെന്നറിയാം, നമ്മളിത് കൊണ്ടുപോയി കട്ടിലിട്ടിടും, അവിടുന്ന് പിന്നെ അത് വീണ്ടും ബക്കറ്റിലോട്ടാക്കും. അങ്ങനെ അത് കുറേ ദിവസം ഇരിക്കും. നമ്മൾ മടക്കി കൊണ്ടുപോകാൻ കണ്ടല്ലോ, കയ്യോടെ തന്നെ നമുക്ക് അലമാരിയിലോട്ട് ആ മടക്കി എടുത്തേക്കുന്ന വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെയും ചേട്ടൻ്റെയാണ് ഇപ്പോൾ ഈ മടക്കി എടുക്കുന്നത്. പിള്ളേരുടെ എടുക്കുന്നുണ്ട്, അവരുടെ റൂമിലോട്ട് വെക്കും, ഞങ്ങളുടേത് പിന്നെ താഴെ റൂമിലോട്ടും കൂടെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാം ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ചേട്ടൻ്റെ ഷർട്ട് മാത്രമായിരുന്നു ഞാൻ കഴുകാനിട്ടത്. അത് കുറേ ദിവസം കൊണ്ട് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷർട്ട്, മുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് ലൈറ്റ് കളറായിട്ടുള്ള ഷർട്ടാണെങ്കിലും പിന്നെ വെള്ള മുണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ മഴ സമയത്ത് ഒരു ഇച്ചിരി നനഞ്ഞ് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് കയറി കരിമം പിടിക്കും. അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഷർട്ടും മുണ്ടും ഒക്കെ കയ്യോടെ കഴുകിയിടാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം തന്നെ മുണ്ടെല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വെയിൽ സമയത്ത് അത്ര നമുക്ക് പ്രശ്നമില്ല കേട്ടോ. മഴ സമയത്താണ് തുണികളിൽ കൂടുതലും കരിമനടിക്കുക. അത് ഈ മഴ നനഞ്ഞ് വന്നേച്ച് നമ്മൾ അവിടെ ഇവിടെ ഇടുന്നതുകൊണ്ടാണ് കരിമനടിക്കുന്നത്. അത് മഴ നനഞ്ഞു തന്നെയല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ചിലപ്പോൾ നനഞ്ഞൊരു തോർത്താണെങ്കിലും നമ്മുടെ ഇവിടെ ഒന്ന് ചുരുട്ടിയിട്ടാൽ അത് പെട്ടെന്ന് കരിമനടിക്കും. അപ്പം ഷർട്ടും എല്ലാം ഒന്ന് വിരിച്ചതിന് ശേഷം വേണം ഇനി ബാക്കി ജോലികളൊക്കെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫുഡ് കഴിക്കുക. ഇനി പിള്ളേർ വന്നിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി എടുക്കത്തുള്ളൂ. നിനക്ക് പഠിക്കാനൊന്നുമില്ല, നീ അത് കുത്തിവരച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എടാ നിന്റെ ബുക്കിലൊക്കെ നീ ഇത് ഒട്ടിച്ചായിരുന്നോ? അതിവിടെ ഇരിപ്പില്ലേ? അച്ഛൻ്റെ കയ്യിലുണ്ട്. എന്നെ എഴുതുന്നത് തന്നെ പഠിക്കുവാണോ? പഠിക്കുന്നതിനൊക്കെ പഠിപ്പിച്ചതെല്ലാം എടുത്തു വെച്ച് പഠിക്കുക. ഡേ ആ അതേ പേരെഴുതിയാൽ മതി, സാന്ദ്ര എന്ന് എഴുതിയാൽ മതി. ഓ ഭയങ്കര പുത്തിയാ. എന്നിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയായിരുന്നോ? ഇതും ടെസ്റ്റാണോ അതോ ബുക്കോ? സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിക്കണം, എന്നാലേ പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ അമ്മ ചെയ്തു തന്നതിന് പ്രയോജനം കിട്ടത്തില്ല. പിന്നീട് നിങ്ങൾക്ക് ഇതൊക്കെ ഓർക്കാം, പണ്ട് ഞാൻ ബുക്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ച്. അങ്ങനെയാണോ കണ്ണ? ആണോടാ? ഇനി തന്നെ അങ്ങോട്ട് പൊതിയ. മക്കൾക്ക് അമ്മ പൊതിഞ്ഞു തരാം. കുശുംബിയാ കുശുംബി. എനിക്ക് വയ്യ, ആരുടെയാണോ ബുദ്ധി. അതെ, ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ കാണുന്ന കേട്ടോ. വേറെ ആർക്കും ഇത് അറിയത്തില്ല കേട്ടോ. എന്നാ ബുദ്ധിയാ കൊച്ചിന്. അതൊന്നും പൊതിയണ്ടേ ചെബുക്കൊന്നും? എന്നോട് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു ഇങ്ങനെ എഴുതി വെക്കണം. അപ്പൊ പഠിക്കുന്ന എപ്പോഴും എഴുതിക്കൊണ്ടിരുന്നാ മതിയോ? പഠിക്കും എല്ലാം കിട്ടിയില്ലല്ലോ. നോട്ട് ബുക്കിൽ എഴുതണ്ടേ എങ്ങനെ? അങ്ങനെ വെക്കുമ്പം കാണത്തില്ല, ചെരിച്ച് പിടിക്കുമ്പോ അത് കാണും. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇല്ല, കാണത്തില്ല. ചെരിച്ച് വെക്കുമ്പോ കാണുന്നില്ലേ? എനിക്ക് വയ്യ, ഇത്രയും നേരം ബുദ്ധിയല്ലായിരുന്നോ? പിന്നെ ഇത്ര നേരം ചെരിച്ച് വെച്ചല്ലായിരുന്നു എഴുതിയത്? നീ അവിടെ എഴുതിക്കൊണ്ടിരുന്ന കേട്ടോ. വല്ലതും പഠിക്കാൻ നോക്കുക വെച്ചേ. ഇനി ഞാൻ സീരിയസ് ആവുക, എന്നാലേ പറ്റുള്ളൂ.
പറ്റുകയല്ല, വായി വേണ്ടാതെ വർത്താനം വന്നാൽ പറ്റുകയല്ല. ഇത് മതി. മൗനം പോലും മധുരം. ഹിന്ദിയാണോ പഠിക്കാനുള്ളത്? ഹിന്ദി നല്ലൊരു കൊച്ചിരുന്നത് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കുന്നത്. അല്ല ഇപ്പൊ കണ്ടോ നോട്ട്, ഇത് 6 നോട്ടാണ്. ആറ് നോട്ടാടാ. നീ സ്കൂളിലല്ലേ? നീ സ്കൂളിലല്ലേ പോന്നേ? ഞാൻ ഇത് പലവട്ടം ചോദിച്ചു. അമ്മ കണ്ണ് കാണിക്കും. അല്ലടി, ഞാനും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. കണ്ണ് കാണിക്കാം. അവൻ ട്യൂഷന് പോകുന്നേ കണ്ണ പിന്നെ എന്തിനാണ് ഈ ബുക്ക് മേടിച്ചോണ്ട് നിൽക്കുന്നത് നോട്ട് എഴുതാനായിട്ട്? നീ പഠിക്കാനല്ലേ പോകുന്നത്? അവന്റെ ഒരു ജാട. ചോദിച്ചു കേട്ടില്ലേ? ഇത് ആരുടെ ബുക്കാ? ആരുടെ ബുക്കാന്ന് നോക്കിയാ അങ്ങനെ ആരുടെയും ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അല്ല ഇവന് ട്യൂഷന്റെ സ്കൂളിൽ ഇവര് ഇതുവരെ ഒരു ക്ലാസ്സിൽ അതേതോ പെണ്ണിന്റെ അടി. അതാ ബുക്ക് നമ്മൾ തൊട്ടപ്പം ബുക്ക് വലിച്ചു മാറ്റിയത്. ബുക്ക് കീറല്, വലിച്ചു പറിക്കല്, തട്ടിപ്പറിക്കല്. നിനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അടി മേടിക്കുന്ന അല്ല, അവൻ കഴിഞ്ഞ ദിവസം പനിയായിട്ട് പോയില്ലായിരുന്നു. ഡി ഞാനിവിടെ ഉണ്ട്, നീ വലിയ അമ്മയാകണ്ട കേട്ടോ. നീ ഇടപെടാ, ഇടപെടടി. തന്നെ എഴുതിയ സൗകര്യമില്ല. എഴുത. എന്റെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് ഇഷ്ടമാ. എന്താ സൗകര്യമില്ല ഇത് എഴുതി? ഞാൻ എഴുതി തരാനായിട്ട് ബുക്ക് എടുക്കാൻ തുടങ്ങുമായിരുന്നു. വേണ്ടല്ലോ, വേണ്ടല്ലോ. വൈകുന്നേരം ഈ പിള്ളേരുടെ കൂട്ടിയിരുന്ന സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് അച്ചുവിൻ്റെ ഈ സംസാരം, അവളുടെ വർത്താനം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.